കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുന്നിന് മുകളിൽ നിന്ന് അവൾ ഉറക്ക വിളിച്ചു, മഴവില്ലേ വാ, മഴവില്ലേ വാന്നു. എന്നിട്ട് മഴവില്ല് വന്നോ? മഴവില്ല വന്നില്ല. പകരം ആകാശത്ത് നിറയെ കാർമേഘങ്ങൾ കണ്ടു. പിന്നെ വന്നത് ഇടിമിന്നലും പേമാരിയുമായിരുന്നു. താഴെ ഇറങ്ങാൻ പറ്റാതെ അവള് നിലവിളിച്ചു. ആ കുന്നിനെ മഴയെടുത്തു, അവളെയും. ഉരുൾപൊട്ടി ഒലിച്ചുപോയ മലയുടെ സ്ഥാനത്ത് ഒരു കുഴി മാത്രം ബാക്കിയായി. നൊമ്പരത്തിന്റെ ഒരു വലിയ കുഴി. ജീവിതം ഇതുപോലെ തന്നെ ഹിറ്റ്ലർ. പടവെട്ടിയും യുദ്ധം ചെയ്തും നമ്മള് ലക്ഷ്യത്തിന് തൊട്ടരികിലെത്തും. പക്ഷെ അടുത്ത നിമിഷം വിധി നമ്മളെ അടിയോടെ വെട്ടിമാറ്റും, അകറ്റിക്കളയും. സോറി, പാട്ട് മാറിപ്പോയി. ഞാനിതല്ല ഉദ്ദേശിച്ചത്. വേണ്ട, ഇനി അത് മാറ്റണ്ട. അവിടെ കിടന്നോട്ടെ. എന്താ അടിച്ചിത്രേ, നീ വല്ലാത്ത ടെൻഷനിലാന്ന് തോന്നല്ലോ. അതിന് താരേച്ചിക്ക് എന്ത് വേണം? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചേക്കുമ്പോഴൊരു അന്വേഷണം. അതിന് നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തു? നിന്റെ മട്ടും ഭാവം കണ്ട് ചോദിച്ചു പോയതാ. അല്ലാതെ ഞാൻ നിന്റെ ആങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് പോയ കാര്യം പറയാൻ വന്നതൊന്നും അല്ല. താരേച്ചി എന്താ പറഞ്ഞേ? നിന്റെ ആങ്ങള കയ്യിലെ മുറിവും വെച്ച് കെട്ടി ആശുപത്രിന്ന് പോയെന്ന്. അയാളുടെ ഒരു കാര്യം എനിക്കറിയണ്ട, എന്നോട് പറയും വേണ്ട. നിന്നോടല്ലാതെ വേറെ ആരോടാ ഇത് പറയണ്ടേ? നീയല്ലേ അയാളുടെ ഒരേ ഒരു പെങ്ങള്. അപ്പൊ വിശേഷങ്ങളൊക്കെ നിന്നോട് വേണ്ട പറയാൻ? വേണ്ട, എനിക്ക് അയാളുടെ പാപത്തിന്റെ കഥ കേൾക്കണ്ട, മതിയായി. സത്യത്തിൽ അവിനാശിന് വല്ല മനോരോഗം ഉണ്ടോന്ന് എന്റെ സംശയം. കാണും, അല്ലാതെ ഇതുപോലത്തെ ഭ്രാന്ത് കാണിക്കില്ലല്ലോ. പക്ഷെ ആ ഭ്രാന്തിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളതാ എന്റെ സംശയം.
അയാള് സ്വയം ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനൊന്നും ആയിരുന്നില്ല എൻ്റെ ഏട്ടൻ. നന്മയുള്ളവനായിരുന്നു, സ്നേഹമുള്ളവനായിരുന്നു. സൂര്യ ഏട്ടനും തമ്മിലുള്ള വിവാഹം എങ്ങനെ ഒരു പരാജയമായെന്ന് പോലും എനിക്കറിയില്ല. ഇന്നെന്റെ ഏട്ടൻ ഒരു ഭ്രാന്തനെ പോലെയാ പെരുമാറുന്നത്. സ്വന്തം കൂടെ പറപ്പിനെ ഈ നിലയിൽ കാണേണ്ടി വരുന്ന എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല താരേച്ചി. അതിന് നീ എന്തിനാ ഇത്രക്ക് ഇമോഷണൽ ആവുന്നേ? നിന്റെ ഏട്ടനെ മോഹിപ്പിച്ച വലയിൽ വീഴ്ത്തിയത് അവളല്ലേ, ആ ജ്യോതിയുടെ അനിയത്തി പ്രിയ. വെറുതെ അവളെ കുറ്റം പറയേണ്ട താരേച്ചി. അവളെ വലയിൽ വീഴ്ത്തിയത് എന്റെ ഏട്ടനാ, അല്ലാതെ വെറുതെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾക്ക് മുൻപ് വല്ല സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? ഓ മതി താരേച്ചി, ഒന്ന് നിർത്ത്. എന്റെ തല വരയ്ക്കുന്നു. ദയവ് ഇത് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ പ്ലീസ്? കുറച്ച് സമയം ഞാനൊന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ. ഇതുള്ള അതിന് ഞാനെന്ത് പഴിച്ചു? നിന്റെ ആങ്ങളേക്ക് ഭ്രാന്തുണ്ടോന്നൊരു സംശയം ചോദിച്ചല്ലേ ഉള്ളൂ. ഇനി ഞാൻ കാരണം നിന്റെ സമാധാനം ഒന്നും പോണ്ട. നിന്റെ ആങ്ങളെ എങ്ങോട്ട് പോയാലും എനിക്കൊരു കുന്തവും ഇല്ല. അല്ല പിന്നെ എന്തൊരു വേദനയാ! എത്ര സ്റ്റിച്ച് ഉണ്ടെന്നറിയോ? പക്ഷേ ഈ വേദനയൊക്കെ എനിക്കിപ്പോ പൂമാല പോലെ. 2 ദിവസം കഴിയുമ്പോ ഈ മുറിവൊക്കെ ഉണങ്ങിക്കോളും. ആ ജ്യോതി, ഞാനിതെല്ലാം സഹിക്കുന്നത് പ്രിയയ്ക്ക് വേണ്ടിയാ കേട്ടോ. ആ വേറൊരു കാര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് അവളെ എന്നെയും തട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം അവളിപ്പോ എന്റെ ഭാര്യയാ. ഭാര്യ? ആ അതെ, ഞാൻ അവളെ അന്ന് താലി കെട്ടിയായിരുന്നു. അയ്യോ, അവളത് പറഞ്ഞില്ലേ? നിർത്തറ. നീ കെട്ടിയ താലി അപ്പൊ തന്നെ വലിച്ചു പറിച്ച് അവള് നിന്റെ മുഖത്തേക്ക് എറിഞ്ഞില്ലേ? ആ അതെ, അവളത് എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പക്ഷേ എനിക്കതങ്ങനെ കളയാൻ പറ്റുമോ? പറ്റുമോ? ദേ, ഞാനിതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുവാ. ആ നീക്ക് ഇതൊന്ന് അവളുടെ കൊടുത്തേക്കാമോ? എന്നിട്ട് ഇതവളുടെ അവിനാശേട്ടൻ നന്നാന്ന് പറഞ്ഞാ മതി, അവള് കഴുത്തെ കെട്ടിക്കോളും. ദാ. ആ അല്ല വേണ്ട, നിങ്ങൾ കൊടുത്താ ചിലപ്പോ നിങ്ങളെ പേടിച്ച് അവളിത് കെട്ടുകയല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളാം. ഇനി ആ വീടിന്റെ മുറ്റത്ത് നീ കാലുകുത്തിയ പിന്നെ നിനക്ക് നിലത്ത് കുത്താൻ കാലുണ്ടാവില്ല. തമാശ പറയില്ല എന്റെ DK. ദേ, നിങ്ങളൊരു മാന്യനാ, നിങ്ങൾക്കൊരു പരിധി കൂടുതൽ താഴാനാവില്ല. ബട്ട് ഐ ഹാവ് നോ ലിമിറ്റ്സ്. ഏത് അഴുക്ക് ചാലിലേക്കും ഞാൻ ചാടും. അവിടെ ബന്ധങ്ങളൊന്നും എനിക്ക് തടസ്സമാവില്ല. ആ സ്വന്തം ഭാര്യയെ പോലും ഞാൻ ഉപേക്ഷിച്ചില്ലേ? അല്ല, അതൊക്കെ ആർക്ക് വേണ്ടിയാ? എന്റെ പ്രിയയ്ക്ക് വേണ്ടി. നീ പറഞ്ഞ ശരിയാ. നിന്നോളം അഴുക്കുചാലിലേക്ക് താഴാൻ എനിക്കാവില്ല. സ്വന്തം കുടുംബത്തിനും ബന്ധങ്ങൾക്കും വില കൊടുക്കുന്നവനാ ഞാൻ. എന്റെ അമ്മയാ എന്റെ ദൈവം. നിനക്കങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ നിനക്കറിയാത്ത ഒന്നുണ്ട്. അഴുക്കുചാലിൽ താഴുന്നവന്റെ പുറത്തും അകത്തും അഴുക്ക് മാത്രമേ ഉണ്ടാവൂ. ഒടുവിൽ ആ അഴുക്കുചാലിൽ തന്നെ ജീവിതം അവസാനിക്കുകയും ചെയ്യും. രാജീവിന്റെ ജീവൻ നീ എടുത്തു. അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുന്നുണ്ട്. ഒരച്ഛന്റെ അമ്മയുടെയും തോരാത്ത കണ്ണീരിന് ദൈവം നിന്നെ കൊണ്ട് മറുപടി പറയിക്കും. ഓക്കേ. എന്റെ DK, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? പ്രിയ എനിക്ക് കല്യാണം കഴിച്ചു തന്നാ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നം അവസാനിക്കുകയല്ലേ? ഞങ്ങള്
പിന്നെ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിച്ചോളാം. നരഭോജികളായ മനുഷ്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മനുഷ്യ മാംസവും രക്തവും കഴിക്കുന്നവർ. ആ ഗണത്തിൽപ്പെടുന്നവനാ നീ. പക്ഷേ ഇനി ഒരാളുടെയും ജീവൻ എടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് നിന്നെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കിയിരിക്കും. സാറൊന്ന് നിന്നേ. നീ എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കിട്ടും അല്ലടാ പരമ നാറി. തറയാ നിന്നെക്കാളും തറയാടാ ഞാൻ. നിന്റെ ഒരു താലി കിട്ടും. ഇനി ഇതുപോലെ എങ്ങാനും വന്നാലുണ്ടല്ലോ, നിന്റെ കൈ മാത്രമല്ല കഴുത്തും കണ്ടിക്കും ഞാൻ. പാവം ജ്യോതിയും DKയും. ഇതുകൊണ്ടൊന്നും എന്നെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളിനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ വരും. ഞാൻ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ സർവവും നശിപ്പിച്ച് നാശമാക്കിയിട്ടെ ഞാൻ മരിക്കൂ. തനിക്ക് എന്താണോ വേണ്ടത്? എന്നെ ദ്രോഹിച്ചതുവരെ മതിയായില്ലേ തനിക്ക്? എന്റെ പ്രിയെ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ. കൂൾ, ബി കൂൾ. മിണ്ടി പോരുത്. മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു തിന്നുന്ന ഒരു ക്രൂര മൃഗമാ താൻ. വെച്ചിട്ട് പോടാ. അയ്യോ മോളെ, കട്ടിയല്ലേ. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്റെ ഫോൺ നീ എടുത്തില്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അങ്ങ് സരോവരത്തിൽ വരും. അത് വേണോ വേണ്ടയോ എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതി. എന്താ? എനിക്ക് തന്നെ കാണും വേണ്ട, തന്റെ ഒരു കാര്യവും കേൾക്കും വേണ്ട. അങ്ങനെ പറയല്ലേ മുത്തേ. എന്റെ കാര്യമല്ല, നിന്റെ ചേട്ടനെയും ചേച്ചിയെയും ഞാനിപ്പോ കണ്ടായിരുന്നു.
അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്തിനാ എന്തിനാ താൻ അവരെ കണ്ടത്? അയ്യോ മോളെ, ഞാൻ അവരെ കണ്ടതല്ല, അവരെന്നെ കാണാൻ വന്നതാ. ആ അതെ, പിന്നെ ഞാൻ ആശുപത്രി നിങ്ങൾ പോന്നു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് കരുതി നീ ചുമ്മാ പട്ടിണിയൊന്നും കിടന്നു കളയല്ലേ. ഏട്ടനൊന്നുമില്ലടി. ആ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിക്കാ ഞങ്ങൾ തമ്മിൽ കണ്ടതേ. പിന്നെ നമ്മൾ താലി കെട്ടിയ ഊരൊക്കെ ഞാൻ അവരോടങ്ങ് പറഞ്ഞു. മോളെ, നീ ഇപ്പൊ എന്റെ ഭാര്യയാ. നിന്റെ ഏതാഗ്രഹവും ഏട്ടൻ സാധിച്ചു. ആ ദേ, നീ പൊട്ടിച്ചു കളഞ്ഞ താലിച്ചരടില്ലേ, ഇപ്പോഴും എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇതെന്റെ കയ്യിലല്ല, നിന്റെ കഴുത്തിലാ കിടക്കേണ്ടത്. തനിക്ക് ഭ്രാന്ത, മുഴു ഭ്രാന്ത്. പോയി വല്ല ഭ്രാന്താശുപത്രിയിൽ കിടക്ക്. ഇനി എന്റെ കൺമുന്നിൽ താൻ വന്ന നിങ്ങളെ ഞാൻ കൊന്നു കളയും. ഏയ് മോളെ, കട്ടിയല്ലേ. ഹലോ. എന്തായി കുട്ടി ഇങ്ങനെ? ഇപ്പോഴും ചെറിയ കുട്ടിയാന്നാ വിചാരം. മോള് പേടിക്കണ്ട കേട്ടോ. നീ കിടക്കേണ്ട സ്ഥലത്ത് തന്നെ നിന്നെ ഞാൻ എത്തിക്കാം. പോരെ? ഇപ്പോ നീ ഇവിടെ കിടന്നോ, എന്റെ നെഞ്ചോടൊട്ടി ഒട്ടി കിടന്നോ. മോളെ, എന്താ? ആരാ വിളിച്ചത്? അവിനാശ. മോൾ അവന്റെ ഫോൺ എടുക്കണ്ടായിരുന്നു. അവനെ പോലെ എടുത്തനോട് സംസാരിച്ചാൽ പോലും ഉള്ള സമാധാനം പോവും. അവൻ എന്താ പറഞ്ഞത്? അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന്. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഭഗവാന്, എന്ത് പരീക്ഷണങ്ങളായതൊക്കെ. അവനെ പേടിക്കണം. എന്ത് ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനവൻ. രാജീവിന്റെ ജീവനെടുത്ത പോലെ എന്റെ മോളെ എന്തെങ്കിലും ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ഉള്ളിൽ തീയ. എന്തൊക്കെയാ ചുറ്റും നടക്കുന്നത്? സ്നേഹിച്ച പെണ്ണിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ക്രൂരത, സ്നേഹം നിഷേധിച്ചതിന് പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊല്ലുന്ന ഭീകര മാനസികാവസ്ഥയുള്ള ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരിക. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ സുധേട്ട. പേടിക്കണം. പുതിയ കാലത്തിന്റെ സ്നേഹത്തിന് മരണമെന്നുകൂടി ഒരു അർത്ഥമുണ്ട്. പണ്ടൊരു പെൺകുട്ടി ഒരാളെ വേണ്ടെന്ന് പറഞ്ഞാ സ്നേഹിക്കുന്നവൻ നിരാശാകാമുകനായി താടിയും വളർത്തി കുറച്ചാൾ നടക്കും. പിന്നെ അവൻ അവന്റെ ജീവിതം നോക്കിപ്പോവും. ഇന്ന് അതല്ല സ്ഥിതി. ചെറുപ്പക്കാരുടെ മാനസിക നില ആകെ മാറി. പകയും പ്രതികാരവും തീർക്കാൻ ഈ അവിനാശിനെ പോലുള്ളവര് എന്തു മാർഗവും സ്വീകരിക്കും. സ്നേഹം നിഷേധിച്ചതിന് ഒരു പെൺകുട്ടിയെ പഠിച്ചിരുന്ന കോളേജിൽ കയറി പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നിട്ട് അധിക നാളായിട്ടില്ല. എന്നിട്ടവൻ നെഞ്ചും വിരിച്ച് പോലീസിന് കീഴടങ്ങി. പ്രേമത്തിന്റെ വീര പോരാളിയായിട്ട്. കൊന്നു തീർക്കുന്നതാ സ്നേഹമെന്ന് ഇവനെയൊക്കെ ആരാ പഠിപ്പിച്ചത്? ഇതൊക്കെ പറഞ്ഞ് ഇവളെ പേടിപ്പിക്കല്ലേ സുധേട്ട. പേടിപ്പിച്ചതല്ല, നാട്ടിൽ നടക്കുന്നതൊക്കെ കുട്ടികൾ അറിയണം. പെൺകുട്ടികൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ബോധം ഉണ്ടാവണം. എങ്കിലേ ഇവന്മാരെ പോലുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂ. പറ്റിപ്പോയി അച്ഛ, പറ്റിപ്പോയി. എല്ലാം എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കരുതലോടെ വേണം അവനോട് ഇടപെടാൻ. എനിക്ക് ഉറപ്പുണ്ട്
ഇതുകൊണ്ടൊന്നും അവൻ ഒതുങ്ങില്ല. പകയും പ്രാന്തും കൂടി ഒരുമിച്ച് ചേർന്ന മൃഗത്തിന്റെ മനസ്സാവൻ്റെത്. നമ്മൾ സൂക്ഷിക്കണം മോളെ. അച്ഛൻ പറഞ്ഞത് ശരിയാ. അവനൊരു മനുഷ്യനല്ല. കൊല്ലാനും ചാവാനും അയാൾക്കൊരു മടിയുമില്ല. ആരും ഒരു ഭയവുമില്ല. അയാൾ ഇവിടെ ഇനിയും വരും. പക്ഷെ ഒന്നുറപ്പാ, അയാൾ ഇനി ഞാൻ വെറുതെ വിടില്ല.